സത്യം പറഞ്ഞാൽ ലാലേട്ടന്റെ ഇപ്പൊ വരുന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇതൊരു സ്വർഗമാണ്, സ്വർഗം. ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റ് ഓക്കെയാണ്. മോഹൻലാലിന്റെ പെർഫോമൻസ് പറയാനാണെങ്കിൽ മോഹൻലാലിന് പെർഫോമൻസ് ചെയ്യാൻ ഇനി സ്പേസ് കൊടുക്കണമായിരുന്നു. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അനശ്വരയും ഞെട്ടിച്ചളഞ്ഞ്. പിന്നെ അവസാനത്തെ ക്ലൈമാക്സിലെ സിദ്ദിഖിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, എന്റെ പൊന്നോ, ഈ പുള്ളിയൊക്കെ അങ്ങ് ജീവിക്കണ പോലെ തോന്നുന്നു അഭിനയിച്ച്. പുള്ളിയൊക്കെ മാരക നടന്മാരാണ്. സിനിമ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ പൊതുവെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്, കുറ്റവാളി ആരെന്ന് അറിഞ്ഞിട്ടും അവനെ പിടിക്കാനോ അവനെതിരെ തെളിവുണ്ടാക്കാനോ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഈ സിനിമ. അത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. എന്താണോ കേരളത്തിൽ നടക്കുന്നത് അത് സിനിമയായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ജിത്തു ജോസഫിനൊരു തീർച്ചയായിട്ടും ഇത് ലാലേട്ടന്റെ തിരിച്ചുവരവെന്ന് ഞാൻ പറയില്ല. കാരണം അഭിനയിച്ചൊന്നും പുള്ളി അത്ര ബലിപ്പിച്ചിട്ടൊന്നുമില്ല. ഇതൊരു സ്ക്രിപ്റ്റ്, ഇത് ആര് ചെയ്താലും ഈ സിനിമയ്ക്ക് ഈ ഒരു വിജയം കിട്ടും. അല്ലാതെ മോഹൻലാൽ അഭിനയിച്ച് ബലിപ്പിച്ചതൊന്നുമല്ല. ഈ ക്യാരക്ടറെ ഇപ്പൊ ഒരു സാധാ നടൻ ചെയ്താലും ഈ സ്ക്രിപ്റ്റ് ഓക്കെയാണ്. ലാലേട്ടന്റെ ഒരു മികച്ച തിരിച്ചുവരവാണ്. എന്നെ പോലുള്ള ഒരു സിനിമ ആരാധകൻ പ്രതീക്ഷിക്കണ ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവാണ്. ലാലേട്ടന്റെ ഒരു മിനിമം സ്ക്രിപ്റ്റ് ആയാൽ പോലും ലാലേട്ടന്റെ പെർഫോമൻസിൽ അത് ഹിറ്റ് ആവണം. അതാണ് ഞാനൊക്കെ ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നാൽ പോലും പുള്ളി ഇങ്ങനെ തിരിച്ചു വരണം. ഇതൊന്നും തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. ഇത് സ്ക്രിപ്റ്റിന്റെ ഒരു വിജയമാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പൊതുവെ പുള്ളിയുടെ ഇത് ഇടയ്ക്കിറങ്ങിയ സിനിമയുടെ മാനറിസത്തില് പുള്ളി ഒരുമാതിരി ഒരു സൈന്യത, ഒരു ചളിയൊക്കെ അടിച്ച്. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയൊന്നുമില്ല. നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സീരിയസ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുമുണ്ട്. അവർ കളിയാക്കും അമ്മാനെ, അങ്ങനത്തെ അവരാതല്ലേ ഈ പുള്ളി ഇതിന് മുന്നേ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ നല്ല സിനിമകളൊക്കെ ചെയ്യട്ടെ. പിന്നെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ പറയാൻ തോന്നി, ഞാൻ ആദ്യം വിചാരിച്ച് തിയേറ്ററിന്റെ പ്രശ്നമാണെന്ന്. ഒരുപാട് സ്ഥലത്ത് സിനിമ കണ്ടപ്പോൾ ബ്രൈറ്റ്നസ് ഭയങ്കര കുറവായിട്ട് ഇരുണ്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചത് തിയേറ്ററിന്റെ പ്രശ്നമാണെന്നില്ല. അത് ഒന്ന് രണ്ടുപേരടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർക്കും അത് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സിനിമ അങ്ങനെ എടുത്താണെന്ന് അറിയൂടാ. മേക്കിംഗ് വൈസ് പറയാനാണെങ്കിലേ ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റ് ഓക്കെയാണ്. മേക്കിംഗ് വൈസ് ഒന്നും ഇല്ല. പുള്ളിന്റെ ദൃശ്യം എടുത്ത അതേ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. മേക്കിങ്ങിലൊന്നും പുള്ളി അപ്ഡേറ്റ് ഒന്നും ആയിട്ടില്ല. പഴയ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അല്ലാതെ മേക്കിങ്ങിൽ അങ്ങനെ വലിയ സ്ക്രിപ്റ്റ് കൊള്ളാം. സ്ക്രിപ്റ്റ് ഒരു ഇത് കൊള്ളാം, ത്രില്ലാണ്. നമുക്ക് ചില സീനൊക്കെ നമ്മളിങ്ങനെ കണ്ടിരിക്കും, കോർട്ട് സീനൊക്കെ. പിന്നെ ഇത് കോർട്ട് സ്റ്റോറി ആയതുകൊണ്ട് കോർട്ട് മാത്രമേ കാണൂ. ഇനി കോർട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ വരരുത്, കാരണം കോർട്ട് സ്റ്റോറിയാണ്. സിനിമ കൊള്ളാം.